അങ്ങനെ കുട്ടികളെ നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ അവി കട്ട് ചെയ്യുന്ന സൗണ്ട് ഇവിടെ കേൾക്കണം. പാലടയുടെ അട വേവിച്ചുകൊണ്ടിരിക്കുന്നു. എരിശ്ശേരിയുടെ കഷ്ണങ്ങൾ എന്താ വെന്തുകൊണ്ടിരിക്കുന്നു. പൈനാപ്പിൾ പച്ചടിയുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കുറേയൊക്കെ അമ്മൂനെ മേമനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഇതിപ്പോൾ ഉത്തരാടാണ്. ഞാൻ തലേദിവസം തന്നെ കറികളിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. കാരണം എനിക്ക് സർജറി ചെയ്തതിൻ്റെ ആ ഒരു മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടില്ലല്ലോ. അതായത് മീൻസ് വേദനയൊന്നും ഇല്ല, എന്നാലും സ്ട്രെയിൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ. ഇവിടെ സാമ്പാറിനുള്ള പരിപ്പ് അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റി പാത്രങ്ങൾ വലിപ്പമൊക്കെ നോക്കി. സാധാരണ വീട്ടമ്മയുടെ വീട്ടിലുള്ള പാത്രങ്ങളാണോ അതൊക്കെ? ബ്ലോഗറായതുകൊണ്ട് അതൊക്കെ ഇവിടെ വേണ്ട. ചെമ്പ് പോലത്തെ പാത്രത്തിൽ പായസം കിടന്ന് വേവണ്. ഇത് ഇളക്കാനാണ് എന്നെ ഏൽപ്പിച്ചേക്കണ്. ഇത് എന്തിനുള്ളതാ? വെണ്ടയ്ക്ക, സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക. ഇത് വേറൊരു പാത്രം. എലിശ്ശേരി റെഡിയായ? ഓഹോ. ഇനി എന്തിലേക്ക് എന്താ ഉള്ളി കാച്ചി ഒഴിക്കും? ഇത് നമ്മുടെ തറവാടി കറി ആയിട്ട് മെടുക്കിയായിട്ട് ഇരിക്കുന്നില്ലേ? ഇത് നശിപ്പിക്കണ തറവാടി കറിയല്ലേ? ആ, ഉള്ളിമുളകും കുത്തി വെച്ച് തറവാടി കറി ആക്കിയ പോലെ. ഇനി തേങ്ങ ചേർത്ത് അത് നശിപ്പിക്കണ ആണോ? എന്താ ചെയ്യാ, സദ്യക്ക് കുറച്ചൊന്നും മാറ്റി പിടിക്കാം. എല്ലാ കൊല്ലവും ഒരേ സദ്യന് കഴിച്ചിട്ട് ആൾക്കാർ മടുക്കും. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, പപ്പായ തോരനുണ്ട്. ഇതൊന്നും എന്റെ സദ്യയിൽ ഉണ്ടാവാറില്ല. ആയിട്ടില്ലല്ലോ, ആയിട്ട് പറഞ്ഞ പോലെ മുറിച്ചു വെച്ചിട്ടില്ലേ? തലേ ദിവസം തന്നെ എല്ലാം മുറിച്ചു വെച്ചു. രാവിലെ എണീറ്റപ്പോ എന്നെ കുക്കർ വാങ്ങിക്കാൻ പറഞ്ഞു. എല്ലാ സദ്യക്കും മിക്കവാറും എല്ലാ കൊല്ലം കുക്കർ വാങ്ങിക്കാൻ പറഞ്ഞായിരിക്കും. ആ സമയത്താണ് അവള്. എന്നിട്ട് ആവശ്യത്തിനുള്ള കിട്ടൂല. അത് നേരത്തെ പറയുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള നേരത്തെ മൂടി കാണണ്ടേ. ഇത് വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം മതി ഇത്ര വലിയ കുക്കർ. അപ്പൊ അത് കഴിയുമ്പോ ആ മൂടിയൊക്കെ ഒന്ന് നോക്കി എടുത്ത് വെക്കുക. ആർക്കും വയ്യാണ്ടിരിക്കണ് ആണോ അറിയണ നോക്കിയേ. എന്ത് നീ വിചാരിച്ചിട്ടുണ്ടായില്ല? ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ വേണ്ട എന്നാലും അവൾക്ക് സദ്യ ഉണ്ടാക്കണം. ഓരോരുത്തരുടെ സായുജ്യം സദ്യ ഉണ്ടാക്കുന്നതിലാണ് മക്കളെ. ആവി പറക്കുന്ന പായസം ഇളക്കുന്നതിലല്ല. കഥാർസിസ് മൊമെന്റ് ഒക്കെയാണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ സന്തോഷങ്ങളല്ലേ പക്ഷേ. ആണോ? ഇങ്ങനെ ഒരു ഇഷ്ടവും ഒരു സന്തോഷവും ഇല്ലാണ്ട് ജന്മങ്ങള് ദൈവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് അമ്മൂമ്മേന്റെയും അച്ഛന്റെയും ഇത് കഥ വായിക്കാൻ ഇഷ്ടമില്ല. അതല്ലേ താങ്കളുടെ സന്തോഷം? മാധവിക്കുട്ടിയുടെ കഥകള്. അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ സന്തോഷങ്ങൾ. പക്ഷെ പച്ചയില്ല നമ്മുടെ അത് വിചാരിച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് നോക്കാം. ആദ്യം കളറൊക്കെ എന്താ ഉള്ളത് നോക്കിട്ടോ. അതെ, പാറ്റേണില് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും വേണ്ട. ചെറുത് മതി വേണേ 2 എണ്ണം ഇട്ടോ. ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ ഇട്ടു. 2 എണ്ണം ആക്കിട്ടോ. ഒരു വലുതിടണാലും നല്ല 2 ചെറുതിടണത്. ഇപ്പൊ ഒരെണ്ണം വേണമെങ്കിൽ വെക്കാം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാര് ഈ എന്താ പറയാ ചവിട്ടി പോലെ ഉണ്ടാക്കിട്ട് ഇൻസ്റ്റന്റ് പൂക്കളം പോലെ വിൽക്കുന്നു. വാങ്ങിക്കാൻ കിട്ടുന്ന പറഞ്ഞല്ലേ, നല്ല പരിപാടിയാ. അത് വാങ്ങിച്ച പോലെയായിരുന്നു. പിന്നെ പൂക്കളുണ്ടല്ലോ, പൂക്കളത്തിന്റെ ഇത് തയ്യാറാക്കുകയാണ് മക്കളെ. വളരെ ഉള്ളിലോട്ട് തോന്നുന്നു എനിക്ക്. അത് പുകന്ന് മൂടി പിന്നെന്ത് ഇപ്പൊ പുകയില്ലാണ്ട് എടുക്കുന്നുണ്ട്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞു എന്ത് വരുന്നു? കഴുത്തുണ്ടെങ്കിൽ വലയോട് ഓടിക്കാൻ പറ്റില്ല. ഞാനിത്തവണ പതുക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ എരിശ്ശേരിക്കുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ സാമ്പാർ കിടിലൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ റെഡി ആക്കി വെച്ച് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയിട്ട്. ഞാൻ ഇപ്രാവശ്യം തേങ്ങാപ്പാൽ ചേർത്തുള്ള പൈനാപ്പിൾ പച്ചടിയാണ് സദ്യക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്.
അങ്ങനെ അങ്ങനെ ഓരോ പണികൾ. പിന്നെ പാലട ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ജാൻജോനെ കൊണ്ട് ഒരു കറി ഉണ്ടാക്കിപ്പിക്കാം. കോവയ്ക്ക തോരൻ, ജാൻജോനെ ഇഷ്ടപ്പെട്ട പോലെ മുളക് പൊടി ഇല്ലാത്ത പച്ചമുളക് ചേർത്തിട്ടുള്ള നമ്മുടെ തോരനല്ല മെഴുക്കുവരട്ടി ആവട്ടെ ഇപ്രാവശ്യം ഓണത്തിനെന്ന് വിചാരിച്ചു. വ്ളോഗിനുള്ളത് എടുത്തോട്ടോ. ഇത് നമ്മുടെ സ്നാപ്പ് ഷോപ്പിക്കാർ കൊണ്ടുവന്ന പൂവാണേ. ഇപ്രാവശ്യം എനിക്ക് കറക്റ്റ് മഞ്ഞ കിട്ടിയില്ല, ഇതിന്റെ നമ്മുടെ മഞ്ഞ കിട്ടിയില്ല. പക്ഷെ ഈ പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. മഞ്ഞല്ല, അത് വെള്ള. സോറി, വെള്ള. ഇപ്രാവശ്യം വെള്ള കിട്ടിയില്ല, പക്ഷെ ഈ പൂ വെള്ള കിട്ടിയില്ല, മഞ്ഞ എടുത്തിട്ട് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആൾക്കാര് കളർ സെൻസ് ഒക്കെ പോകുന്നു മനസ്സിലായി. എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാൻ മനസ്സിലായില്ലേ? ഓക്കെ, ഇത് കാരണം നമ്മളെ സ്നാപ്പ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പൂക്കൾ കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുള്ളൂ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ പെരുമാൾ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. രണ്ടും കൂടെ ഒന്നിച്ചു പറയല്ലേ, ഇപ്പൊ കോമ്പറ്റീഷൻ അല്ലേ? അങ്ങനെയുണ്ടോ? ഇനി അവിയുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അവി ഡിസൈൻ വരച്ചു കഴിഞ്ഞാൽ ഞങ്ങള് അല്ലേ ഞങ്ങള് പൂക്കളൊക്കെ ഇട്ട് സൂപ്പറാക്കും. ഇതാണ് പണി കിട്ടാറില്ല, എപ്പോഴും മിക്സിയിലൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇത് ചിലപ്പോൾ ഉപയോഗിക്കുള്ളൂ അല്ലേ അവി? അപ്പം നമ്മുടെ പൂക്കളത്തിനുള്ള പൂക്കളെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇനി അവിയുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അവി ഡിസൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൂക്കളൊക്കെ ഇട്ട് സൂപ്പറാക്കും. ഇതാണ് പണി കിട്ടാറില്ല, എപ്പോഴും മിക്സിയിലൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇത് ചിലപ്പോൾ ഉപയോഗിക്കുള്ളൂ അല്ലേ അവി? പച്ച ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റില്ല, എൻ്റെ മിക്സിയൊക്കെ പഴയതൊക്കെ എടുത്ത് കളഞ്ഞു ഞാൻ. അത്തൊരു പണിയുണ്ട്, പൂക്കളം. രണ്ടുപേരും കൂടി ഇവിടെ കളം വരച്ചോണ്ടിരിക്കുന്നു. എനിക്ക് നല്ല എന്റെ കഴുത്തിൽ കണ്ട ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഈ കഴുത്തിൽ ഈ സാധനം ഇട്ട് വെച്ചാൽ അതാണ് മോഡേൺ, എന്താ പറയാ, മങ്ക. മോഡേൺ മങ്ക. ഇതെന്താ സംഭവം മനസ്സിലായി നിങ്ങൾക്ക് സംശയം വരും. ഈ സാധനം ഇട്ട് കഴിഞ്ഞാല് എന്താ പറയാ, നമ്മൾ കുനിഞ്ഞ പോസ്റ്റർ തെറ്റി കഴിഞ്ഞാല് ഒരു അവിടെ ഇങ്ങനെ വൈബ്രേഷൻ വരും ബാക്കില്. അതിന് വേണ്ടിട്ട് ജാഞ്ചേട്ട അപ്പൊ നമ്മൾ ഒരു ദിവസം എന്നെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഇതിന്റെ കൂടെ നോക്കി നല്ല വൃത്തിയുണ്ട്, നല്ല കോമ്പിനേഷൻ. കുശുമ്പ്, അതെ, കുശുമ്പും കുന്നായ്മയും ജാത്തിയാലും തൂത്തപ്പൂല്ലല്ലോ വീണ. നിർബന്ധിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നരച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ മഞ്ഞ ഷർട്ടാണ് വാങ്ങിച്ചു കൊടുത്തത്, അത് ഇട്ടില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചു. രാഷ്ട്രീയക്കാരനെന്ന് വെച്ചാൽ മഞ്ഞ ഷർട്ട് ഇടാൻ പാടില്ല. മഞ്ഞ ഷർട്ട്. ഇവിടെ ഞങ്ങള് സാമ്പാർ, ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ അതാ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമയം 12 മണി. പൂക്കൾ ഇതുവരെ ഇട്ടിട്ടില്ല, ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, ചൂടാക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്ത പോലെ തന്നെ ഇതിൽ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ തൈരല്ലേ ചേർക്കാറുള്ളത്, പക്ഷേ തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ പ്രത്യേക സ്വാദാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ സദ്യക്ക് ഞാൻ വിളമ്പാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പായസം സേമിയ പായസമാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള സേമിയ പായസം. അത് ഞാൻ ഇപ്രാവശ്യം അമ്മൂൻ്റെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. കാരണം ഞാനിവിടെ നമ്മുടെ പാലട ഉണ്ടാക്കിയല്ലോ, അപ്പോൾ പിന്നെ അമ്മൂൻ്റെ അടുത്ത് ഈ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീഡിയോ നിർത്ത ഷോർട്ടാണ് കേട്ടോ. നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. ഈ പാൽ അലർജി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ. പപ്പടത്തിൻ്റെ വലിയ പാത്രം കഴിഞ്ഞ മുമ്പത്തെ പോലെ വാങ്ങിച്ചു. അപ്പോൾ അതിനുള്ളിൽ പപ്പടം ഇട്ട് വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിൽ ചോറ്, വീണ്ടും ചോറ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ റെഡിയാക്കാനുള്ള കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് വേണം. അടുക്കള നല്ലൊരു പരിപാടി കിടപ്പുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ചെയ്തോ. എനിക്ക് കുഞ്ഞിരിക്കാൻ പറ്റണില്ല, ഇച്ചിരി നേരം കുഞ്ഞപ്പോഴെങ്കിൽ എനിക്ക് വാനിക്കാൻ തുടങ്ങി. ഇട്ട് കഴിഞ്ഞാൽ പപ്പ എനിക്ക് കുനിയാൻ പറ്റില്ല എന്ന് എന്താ മനസ്സിലാക്കാത്തത്? ആ സാധനം ജസ്റ്റ് ഒരു ഇതാണ്, റിമൈൻഡർ. പിന്നെ എനിക്ക് കുനിയാണ്ട് എങ്ങനെ ഇടാ പൂക്കളം? മോനല്ലേ വരച്ചത്, മോനവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തീരെയിപ്പോയി. അപ്പൊ നമ്മുടെ സദ്യക്ക് എപ്പോഴുമേ വരുന്ന പോലെ തന്നെ കുക്കു ആൻഡ് ഫാമിലി, അമ്മു ആൻഡ് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അതിൽ ഗീതി ഇല്ല, ഗീതി മിസ്സിംഗ് ആണ്, ഗീതിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ
ഫ്രണ്ട്സാണ് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, ദിവ്യയും ജോസഫും. ദിവ്യ ജോസഫിനെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഓണത്തിന് ആദ്യമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാനും കാര്യമായിട്ട് വീഡിയോ എടുത്തില്ലായിരുന്നു, ചേട്ടനും എടുത്തില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ കുഞ്ഞൊരു വീഡിയോ കാണാം. ഓക്കെ, ഓണാഘോഷിക്കാൻ വന്നിട്ട് പണി കിട്ടിയില്ലേ ദിവ്യ? We used to have in launch, now we don't have. പരിപ്പുണ്ടാക്കി. COVID, we pulled out of all launch. Now we have told the listing is 12,000. Yeah. 6 months. Like if you are some kind. സ്ത്രീജനങ്ങൾ ആദ്യം വിളമ്പി തുടങ്ങി. ഒരാള് മിസ്സിംഗ് ആണ്, ഗീതി മിസ്സിംഗ് ആണ്. ഒന്ന് അച്ചിങ്ങ, ഒന്ന് കോവയ്ക്ക. ഇത് കഴിച്ച് കഴിയുമ്പോ ഒരു വിധാവും. സാമ്പാറ് അതൊരു പീസും വേണ്ട, അതിന് പീസ് വേണം. അത് പപ്പടത്തില് ചോറ് കയറ്റി തുടങ്ങി. അവരുടെ പാവഭാജി, പാവഭാജി അല്ല എന്താ പറയാ, ബർഗർ, പപ്പടഭാജി. പപ്പടഭാജി. Technique. എന്ത് പഴം പപ്പടം. ആസ് യൂഷ്വൽ നന്ദു പപ്പടത്തിൽ സദ്യ കഴിക്കുന്നു. പാനിപ്പൂരി സദ്യ. നൈസ്, സോ നൈസ്. അത് വേറെ ലെവലാട്ടോ ഈ മാമ്പഴപ്പുളിശ്ശേരി. അതൊരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടാണ്. ഇന്നലെ കഴിച്ച ചോറ് ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞങ്ങള് ഒരുമാതിരി ഡെഡായിരുന്നു. എങ്ങനെയുണ്ട് ജോസഫ് സദ്യ? കലക്കി കേട്ടാ, ഗംഭീര, സൂപ്പർ. താങ്ക് യു. എല്ലാവർക്കും ഇപ്രാവശ്യം എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. ഏറ്റവും ഇഷ്ടമായ കറി ഏതായിരുന്നു? കറിയോ പായസോ? ഭയങ്കര ചോദ്യം. ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഡിപ്ലോമാറ്റിക്കായിട്ട് പോലും. എന്താ പറയാ, പാലട സൂപ്പർ ആയിരുന്നു. അത് ബാക്കി എല്ലാവരും ക്യാമഫ്ലാജ് ചെയ്തു. അതെ, പാലടയാണ് നമ്മുടെ സ്ഥിരം ഹൈലൈറ്റ്. സംസാരം മാത്രമേ ഉള്ളൂ ജോസിന്, എക്സസൈസിനെ പറ്റി. ഇന്ന് രാവിലെ എനിക്ക് കുറെ ലെക്ചർ തന്നു. ആർക്ക് ലെക്ചർ കൊടുത്തു? ഒന്ന് തലേക്ക് പിടിക്കേ, ഒരു ദിവസം ഒന്ന് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ വേണം. ഭക്ഷണം കഴിഞ്ഞു. സദ്യ 2 ട്രിപ്പില് അത്ര പേരുള്ളൂ. കൂടുതൽ ട്രിപ്പ് ഉണ്ടാവും. ഇല്ല, 2 ട്രിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ബേബി അല്ലുവിട്ട് എന്തായിരുന്നു ഫോട്ടോയിൽ എടുക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. ഇപ്പോഴത്തെ പുതിയ സ്റ്റൈല് വീഴും കോപ്രായങ്ങള് കാണിക്കും. അപ്പം നോർമലി നമ്മൾ പറയില്ലേ, എത്ര പേർക്ക് വേണമെങ്കിലും ആഹാരം ഉണ്ടാക്കാം, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും പകർത്തി വെക്കൽ പരിപാടി, ഫ്രിഡ്ജിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുന്നത്, പാത്രം കഴുകൽ, അടുക്കള ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ പണി. അപ്പം ഇത്തവണ ജാൻചേട്ടൻ മെയ്ഡ് സർവീസ് വിളിച്ചു. അവർ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് ആ സമയം കൊണ്ട് നമ്മുടെ അമ്മും ദിവ്യയും ഈ പാഴ്സൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കറികളൊക്കെ പകർത്തി, ചോറൊക്കെ പകർത്തി വെച്ച് അത് ഹെൽപ്പ് ചെയ്തു. വീട്ടിൽ വെക്കാനുള്ള ഫ്രിഡ്ജിൽ വെക്കാനുള്ളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ അതൊരു വലിയൊരു സമാധാനമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ തലകറങ്ങും ഇത് കാണുമ്പോൾ. അത് ഇപ്രാവശ്യം അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യത്തെ ഓണം ഓക്കെ ഓണായിരുന്നു. നോർമലി എല്ലാ വർഷത്തെ പോലെയും അത്ര സൂപ്പറൊന്നും ആയിരുന്നില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് ടു പഴയ നോർമലായിട്ടില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. അതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വെച്ച് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓണം ഇങ്ങനെയായി പോയത്. പക്ഷേ നമുക്ക് അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിക്കാം മക്കളെ, അടിച്ചു പൊളിക്കാം. ഇപ്രാവശ്യം ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് എന്താണെന്നറിയാമോ,
കുറേ പേര് നാട്ടിൽ ഞാൻ പോയ സമയത്ത് കുറച്ച് ഓർണമെൻറ്റ്സ്, അതായത് ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് കേട്ടോ, ഗോൾഡ് അല്ല, അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാരി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ. മുണ്ടുവാല എന്നാലും ഇന്ന് ഫുൾ മുണ്ട് കൊടുത്തില്ലേ? ഗുഡ് ബോയ്. കുഴപ്പമില്ല കേട്ടോ എൻ്റെ പൊന്നു മോനെ.